ഈ മഞ്ഞൾപൂരി ബന്ധപ്പെട്ടെ നമ്മുടെ ജനങ്ങളുടെ അത്ര അറൗണ്ട് തിരിച്ചറിഞ്ഞ് മറുപടി കൊടുത്തു. എന്നിട്ട് ജയമോഹൻ പശ്ചാത്തലം നമ്മൾ അല്ല, അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു നന്മ ഉണ്ടാവില്ലേ? ഉണ്ടാവാത്തതിന് ഞങ്ങൾക്ക് അത്ഭുതമില്ല. മറ്റെന്ത് പറയാൻ? ജയമോഹൻ റൈറ്റേഴ്സ് യൂണിയൻ അംഗമാണോ? തീർച്ചയായിട്ടും അംഗമാണ്. അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാം. എന്ത് വിശദീകരണം? ഇത് കഴിഞ്ഞിട്ട് വിശദീകരണം ചോദിച്ച പത്രത്തിനോട് തന്നെ അദ്ദേഹം വിശദീകരണം പറഞ്ഞില്ലേ? അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കലയുമായി ബന്ധപ്പെട്ട ഒരു നിലപാട്, സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട്, അതൊരു ട്രേഡ് യൂണിയൻ വിശദീകരണം ചോദിക്കേണ്ട സംഗതിയല്ലല്ലോ. ചോദിച്ചിട്ടെന്തിനാ? അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു. അവിടെ ഞങ്ങളത് അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം അദ്ദേഹം അങ്ങനെ ഉറച്ചു നിന്നാൽ മാത്രമേ മഞ്ഞുമ്മൽ ബോയ്സ് കുറച്ചും കൂടി മഹത്തരമായ സിനിമയായി മാറുകയുള്ളൂ. അപ്പോൾ അത് അദ്ദേഹം അവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ്. ഇത്രയും വലിയ പ്രസ്ഥാനമാണ്. എല്ലാ പ്രസ്ഥാനത്തിനും ഒരു ആസ്ഥാന മന്ദിരമുണ്ട്. അത്രയും വലിയ പ്രസ്ഥാനം ഒരു ആസ്ഥാന മന്ദിരത്തെ കുറിച്ചുണ്ടാകും. ആ ചോദ്യത്തിൽ അതിന്റെ ഉത്തരവുണ്ട്. ആസ്ഥാന മന്ദിരമല്ലായിരുന്നു ഞങ്ങളുടെ പ്രയോറിറ്റി. ഞങ്ങളുടെ പ്രയോറിറ്റി ഞങ്ങളുടെ അംഗങ്ങളുടെ ക്ഷേമവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്. ആസ്ഥാന മന്ദിരങ്ങൾ മന്ദിരമായിട്ട് തന്നെ നിൽക്കുകയും അംഗങ്ങൾ അവരുടെ കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന വൈവിധ്യത്തെ കാണാതെ പോകരുത്. അതുകൊണ്ട് ഞങ്ങൾ അത് അഡ്രസ്സ് ചെയ്തതിന് ശേഷം അലിയുടെ പോലുള്ള ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ പിന്തുണയും ഞങ്ങളുടെ ആസ്ഥാന മന്ദിരത്തിൽ ഉണ്ടാക്കണം.